ദൃഢം എന്ന സിനിമ എല്ലാ പോലീസ് സ്റ്റോറി പോലെ ഒരു സിനിമയല്ല. ഹലോ, നമ്മളിത് വേറൊരു മാറ്ററാണ് പറയുന്നത്, പക്ഷെ അത് പോലീസിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നു എന്നുള്ളത്. എത്രയും വേഗം പിടിക്കുന്നതായിരിക്കും. തലേതാ വാലേതാന്നറിയാത്ത തന്നെയൊക്കെ കേസ് ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഏതൊരു ജോലിക്കും പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഈ സിനിമയിലൂടെ പറയുന്ന കാര്യങ്ങൾ പ്രസക്തമായിട്ടുള്ളതാണ്. നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ജോലി ലഭിക്കുന്നു. അപ്പോൾ ആ ജോലിക്ക് പോയി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പം അങ്ങനെ നേരിടേണ്ടി വരുന്ന എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ് ഈ സിനിമയിലൂടെ കൊടുക്കുന്നത്. നിങ്ങളൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നല്ലോ. അത് 8 പേര്, 2 വനിതാ പോലീസും 6 പുരുഷ പോലീസും ഇവരെല്ലാരും കൂടെ നിൽക്കുന്ന ഒരുമിച്ച് നിൽക്കുന്ന ഇങ്ങനെ പെരേഡിനൊക്കെ പോകുന്ന പോലെ ഒരു ഫോട്ടോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് റിയൽ ലൈഫില് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ ശരിക്കും? ഞാൻ പോയിട്ടില്ല. എന്റെ ഫേസ്ബുക്ക് എന്റെ പ്രൊഫൈൽ വെച്ചിട്ട് ഇപ്പൊ കുറെ സ്കാം നടക്കണ്ടല്ലോ. എന്റെ ഫ്രണ്ട്സിന് പൈസ ചോദിച്ചുകൊണ്ട് ഇംഗ്ലീഷിലാണ് ഫുൾ ടോക്ക്. അത് കേട്ടപ്പോൾ എന്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി വിനോദ് ഇംഗ്ലീഷ് പറയാൻ സാധ്യത. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻഷ ആൻഡ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ടീം ദൃഢമാണ്. വെൽക്കം ആൻഡ് നമസ്കാരം. ഓക്കെ, അപ്പോ ദൃഢം ആണ് ഏറ്റവും പുതിയ വിശേഷം. എനിക്കൊന്ന് പൊതുവെ ഇപ്പൊ മലയാളികൾ കുറെ നാളുകളായിട്ട് പോലീസ് സിനിമകൾ അല്ലാന്നുണ്ടെങ്കിൽ ക്രൈം ത്രില്ലേഴ്സ് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വളരെ സ്വീകരിക്കുന്ന ആ ഒരു ജേണറിനെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയ ഒരു സമയമാണ് ഇപ്പോ. കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് എസ്പെഷ്യലി നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. പ്രേക്ഷകരുടെ സ്വീകാര്യത ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പൊ മറ്റുള്ള ഒരു ക്രൈം ത്രില്ലേഴ്സിൽ നിന്ന് ദൃഢം എന്ന സിനിമയിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് എന്ത് പ്രതീക്ഷിക്കാം? അല്ല, ദൃഢം എന്ന സിനിമ ഒരു എല്ലാ പോലീസ് സ്റ്റോറി പോലെ ഒരു സിനിമയല്ല. നമ്മളിത് വേറൊരു മാറ്ററാണ് പറയുന്നത്, പക്ഷെ അത് പോലീസിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് പോലീസുകാർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഏതൊരു മേഖലയിലും ഏതൊരു ജോലിക്കും പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഈ സിനിമയിലൂടെ പറയുന്ന കാര്യങ്ങൾ പ്രസക്തമായിട്ടുള്ളതാണ്. അതായത് നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ജോലി ലഭിക്കുന്നു. അപ്പോൾ ആ ജോലിക്ക് പോയി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പം അങ്ങനെ നേരിടേണ്ടി വരുന്ന എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ് ഈ സിനിമയിലൂടെ കൊടുക്കുന്നത്. പക്ഷെ അത് നമ്മൾ കുറച്ച് സിനിമാറ്റിക്കായിട്ട് പോലീസുകാരിലൂടെ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടൊരു ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു നല്ല മെസ്സേജുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ അത് പോലീസിലൂടെ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഷെയ്ൻ ചെയ്യുന്ന കഥാപാത്രം, ഇതിനകത്തെ നായക കഥാപാത്രം ഒരു SI ആയിട്ട് ഒരു സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്നു. ആ ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് ടൈപ്പ് ഓഫ് കേസുകൾ വരും, അല്ലേ? അപ്പോൾ പല പല കേസുകളുണ്ട്. അപ്പോൾ ആ കേസുകളെല്ലാം ഒരു തുടക്കക്കാരനായ ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അപ്പോൾ അദ്ദേഹത്തിന് പല സ്ഥലത്തും പല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട്. ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു. അതാണ് ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സിനിമയുടെ പേര് ആക്ച്വലി എന്താണ് ഈ ദൃഢം എന്നുള്ളത് നമുക്ക് മെയ് 8 തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും. രമേശേട്ടാ, ചേട്ടന്റെ ഒരു ക്യാരക്ടറിനെ പറ്റി സംസാരിക്കും. ഇപ്പൊ എനിക്ക് ചേട്ടന്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് എന്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് അയ്യപ്പനും കോശിയും അതിനകത്തൊരു ക്യാരക്ടറാണ്. നമ്മൾ ഇനിഷ്യലി സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ പൃഥ്വിരാജിന്റെ കൂടെയുള്ള വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരാൾ എന്ന് തോന്നും. പക്ഷെ ഒരുപാട് ഒരു ആർക്കുള്ള ഒരു ക്യാരക്ടറാണ്. ചില സമയത്ത് രാജുവേട്ടനെ പോലും വാടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചില ഡയലോഗ്സ് കൊണ്ടോ ഒക്കെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഈ സിനിമയിലേക്ക് വരുമ്പോ എന്താണ് താങ്കളുടെ ഒരു ക്യാരക്ടർ? എങ്ങനെയാണ്? പോലീസാണ്, നമുക്ക് മനസ്സിലായി, ഇരിക്കുന്ന എല്ലാവരും പോലീസുകാരാണ്. അത് ഇതുമായിട്ട് നല്ലൊരു അയ്യപ്പനും കോശിയും തമ്മിലൊരു ബന്ധമുണ്ട് ഈ സിനിമയായിട്ട് എനിക്ക്, എന്നെ സംബന്ധിച്ച്.
കാരണം അതിനകത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ ഇടയിൽ നിന്ന് അനുഭവിക്കുന്ന മാനസികാവസ്ഥകളും പ്രശ്നങ്ങളുമായിരുന്നു അതെ. അതിനകത്തെങ്കിൽ അതെ. ഇതൊരു പോലീസുകാരനായി നിന്ന് മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളെ കുറിച്ച് Okay. ഇതാകുന്നു. ആ. അപ്പൊ അതൊരു ബന്ധമായില്ലേ ആ. ആ സിനിമയും ഇതുമായിട്ട്. പിന്നെ അതിന്റെ പശ്ചാത്തലവും ഗ്രാമപ്രദേശങ്ങളും അങ്ങനെയൊക്കെയുള്ള ചേർന്ന് ഇതിന്റെ പശ്ചാത്തലവും ഏറെക്കുറെ അതൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ പോലീസ് വേഷങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറെ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സാധാരണ മര്യാദക്കാരനായ ഒരു പോലീസ് കാരനായിട്ട് ഉള്ള രീതിയിലൊന്നും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാൻ പറ്റുക എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. ഇത് ഞാൻ ഇനി പോയിട്ട് ഡീകോഡ് ചെയ്തെടുക്കണം. എന്താ അതെ സംഭവം? അതെ അതെ അതെങ്ങനെ എടുത്താലും കുഴപ്പമില്ല, ഒരു പ്രശ്നം വരുന്നില്ല. എന്റെ കിളി നൈസായിട്ടൊന്ന് പാറിയാണ്. പിന്നെ ഞാൻ ഓക്കെ ആണല്ലോ, അങ്ങനെ സംഭവിച്ചല്ലോ. അതാണ്. എപ്പോഴും ഈ സെറ്റിലൊക്കെ എങ്ങനെയാണ് രമേശാട്ടി ഇങ്ങനെയാണ്? അപ്പുറമാണ്. പക്ഷെ ഒരു കാര്യം ഇപ്പൊ പ്രേക്ഷകർക്കും ക്യാമറയുടെ മുന്നിൽ ഇപ്പൊ ഈ ഇരിക്കുന്നത് കാണുന്നത് മനസ്സിലാവുള്ളൂ. ബിഹൈൻഡ് ദ സീൻസില് നമുക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ചേട്ടൻ പോയി അങ്ങോട്ട് പോയി നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഗൗരവം. നമ്മൾ ചെയ്തു വെച്ചിട്ട് ക്യാരക്ടേഴ്സ് ഒക്കെ അതുപോലെ ആണല്ലോ. അപ്പൊ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ചേട്ടാ പറഞ്ഞു, എടാ മോനെ ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ എന്റെ ക്രൂവിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് എന്താ പറയാ, സിനിമയിൽ കാണുന്ന പോലെ അല്ല, ആള് ഭയങ്കര കൂളാണ്. ഓക്കെ. ഇപ്പൊ താങ്കളുടെ ഒരു കരിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും മലർവാടി ആർട്സ് ക്ലബിലൂടെ അത്രയും നല്ലൊരു ടീമിലൂടെ വിനീത് ശ്രീനിവാസൻ അവരുടെ ഒരു ഫസ്റ്റ് ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോ അതിലൂടെ വരുന്നു, അതിലൂടെ അഭിമുഖപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ആൻഡ് ത്രൂ ഔട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു 10-15 വർഷങ്ങളായി ഇപ്പൊ ഇപ്പോഴും കൺസിസ്റ്റന്റ്ലി ഈ ഒരു ഇൻഡസ്ട്രിയിൽ സിനിമകൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പലരും പാതി വഴിക്കിട്ടിട്ട് പോകും. നമുക്ക് തന്നെ സെൽഫ് ഡൗട്ട് ഉണ്ടാകുന്ന കുറെ സിറ്റുവേഷൻസ് വരും. ഇനി ഇത് എന്നെ കൊണ്ട് പറ്റുമോ, വേണോ? കാരണം മറ്റൊരു ജോലിയെ പോലെ ചിലപ്പോൾ അടുത്ത മാസം എത്ര രൂപ എന്റെ അക്കൗണ്ടിൽ വരും എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരു ജോലിയാണ് ഓഫ് കോഴ്സ് മീഡിയ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എന്നെ ഒരിക്കലും EMI ലോൺ എടുക്കാൻ പറ്റത്തില്ല. അത് പറ്റില്ല? കിട്ടോ? ലോൺ കിട്ടോ? കിട്ടൂല. കിട്ടില്ലല്ലേ? സിനിമക്കാർക്ക് ലോൺ കിട്ടത്തില്ല. സിനിമാക്കാർക്ക് ലോൺ കിട്ടൂല. ബിസിനസ് ചെയ്യണം. അല്ല, അഥവാ കിട്ടിയാലും പെട്ടുപോകും. ആ, കാരണം ഇത് എങ്ങനെ കൃത്യമായിട്ട് മാസാമാസം അടയ്ക്കാൻ പറ്റുമോ? ഓക്കെ. പക്ഷെ സിനിമാക്കാര് അവർക്ക് വേണം അവരുടെ അസോസിയേഷൻ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാനും അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ വേണം. പക്ഷെ ലോൺ കൊടുക്കൂല. പക്ഷെ മമ്മൂക്കൊക്കെ മോഹൻലാലും അവർക്ക് ലോൺ അവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അല്ല, ഞാൻ ചോദിക്കുക, അപ്പൊ വലിയ നമ്മൾ അത്രയും സ്റ്റേബിൾ ആയിട്ടൊരു ആക്ടർ എന്നൊക്കെ മനസ്സിലായാലും ഒരു പക്ഷേ അവര് ലോണൊക്കെ EMI അടച്ചോണ്ടിരിക്കുകയാണോ? ചോദിച്ചാൽ എവിടെയെങ്കിലും ബുദ്ധിമുട്ട് സ്ട്രഗിൾ അതെ, തോന്നുന്നു. നമുക്കൊരു സെൽഫ് ഡൗട്ട്, അതായത് ഇത് എനിക്ക് പറ്റുമോ, നമുക്ക് ഗിവ് അപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ മുന്നോട്ട് പോകണം. അപ്പോഴും നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ചെറുപ്പം മുതലേ എന്തെങ്കിലും ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് കലാകാരനാവണം, അല്ലെങ്കിൽ ഒരു സിനിമ. ചെറുപ്പം മുതൽ നമ്മൾ മമ്മൂക്ക ലാലേട്ടനൊക്കെ സിനിമകൾ കണ്ട് വളർന്ന ഒരാളെന്നുള്ള നിലയിൽ കലയോട് അത്രയും ഇഷ്ടവും താല്പര്യമുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സിനിമ നടനാവണമെന്ന് തന്നെ ആയിരുന്നു ചെറുപ്പം മുതലേ. അപ്പൊ ആ ആഗ്രഹവും ഭയങ്കര പാഷനായിട്ട് മുന്നോട്ട് പോകണതുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കടിച്ച് പിടിച്ച് തൂങ്ങി ഇങ്ങനെ കിടന്നാണ് നമ്മൾ ഇത്രയും 15 വർഷം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഒന്നും മാറി ആലോചിച്ച് വേറെ ഒന്നിനെ പറ്റി എനിക്ക് ആലോചന ഉണ്ടായില്ല. പക്ഷെ സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും വർഷം ഇങ്ങനെ എന്റെ കൂടെ ഇപ്പൊ വിനോദ് പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് ഉണ്ടായ പലരും മലർവാടി ഇതിൽ ഉണ്ടായിരുന്ന കുറച്ച് പേരേ ഉള്ളൂ ഇപ്പോഴും സിനിമയിൽ നിൽക്കുന്നത്. നമ്മള് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത്രയും വർഷം നിൽക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ചേട്ടൻ എന്തോ പറയാൻ തുടങ്ങുമായിരുന്നു. ഞാൻ പറയാൻ എന്തോ എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ മതി. അവസ്ഥ ഓർത്തിട്ട് വിട്ടുകളഞ്ഞ റോസ്റ്റ് വേണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് എന്തോ വന്നു. ഒരു കാര്യം മതി, ഇത് എവിടാ പിടിച്ചതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ല, പിടിച്ചു നിൽക്കായിരുന്നു പറഞ്ഞില്ല, പിടിച്ചു നിൽക്കാൻ അത് എവിടാണ് പിടിച്ചു നിന്നത് എന്നുള്ളതെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ഒന്നുമില്ല. എന്താ ഉദ്ദേശിച്ചത് എനിക്ക് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്താ ഉദ്ദേശം. ചേട്ടാ നയം വ്യക്തമാക്കണം പ്ലീസ്. അതെ. അല്ല, ഞാൻ പിടിച്ചു നിൽക്കാൻ 2-3 പ്രാവശ്യം പറഞ്ഞു. മലർവാടി വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇപ്പോഴും ഞാൻ പിടിച്ചു നിന്നു എന്ന് പറഞ്ഞു. ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട്. നമ്മള് ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട്. അതാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കും. അതാണ് എവിടെ പിടിച്ചു നിന്നു. അല്ല, അങ്ങനെ പിടിച്ചു അവസ്ഥ വരുമ്പോ നമുക്ക് പോയി പിടിക്കാമല്ലോ, അതാണ് ചോദിച്ചത്. അല്ല, അങ്ങനെ പിടിക്കാൻ പറ്റുന്നല്ല. ഓക്കെ. പക്ഷെ നല്ല ഒരുപാട് നല്ല ഡയറക്ടറുടെയും നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്.
പക്ഷെ അത് നമ്മൾ ട്രൈ, അതിൽ കുറെയൊക്കെ നമ്മുടെ ട്രൈ ഉണ്ട്. നമ്മളത് അവസരം ചോദിക്കുന്നു. നമ്മൾ സിനിമയിൽ വന്ന് സിനിമാ നടനായി എന്ന് പറഞ്ഞ് അവസരം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടറെ അടുത്ത് നമ്മൾ ചോദിക്കും. ചിലവര് നമ്മളെ വിളിക്കും, ചിലവര് വിളിക്കില്ല. ചിലരുടെ പുറകെ, ചില ഡയറക്ടർമാരുടെ പുറകെ ഇങ്ങനെ നടന്ന് അവരെ ശല്യപ്പെടുത്തും. എന്നിട്ട് ഏതെങ്കിലും പടത്തിൽ ഒരു നമ്മുടെ അല്ലാതെ പിന്നെ നന്ദന ഉണ്ടെന്ന് പറഞ്ഞും കൂടെ വിളിക്കാൻ മാത്രമുള്ള വലിയ നടനൊന്നുമല്ല നമ്മൾ. അങ്ങനെ വന്നാണ് ഈ പടത്തിലും ഈ സിനിമയിലും വന്നത്. അല്ല, ഈ സിനിമയിൽ വന്നതെന്ന് വെച്ചാൽ ഞാൻ ജിത്തു സാറിന്റെ അടുത്ത് സാറിന്റെ പടത്തിൽ അഭിനയിക്കണമെന്ന് കുറെ വർഷമായിട്ട് ദൃശ്യം കാണുമ്പോൾ, അതിന് മുമ്പ് കാണുമ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. 1983 എന്നുള്ള സിനിമ കണ്ടപ്പോഴൊക്കെ സാറ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോഴും പടത്തിൽ സാറിന് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആട്ടം എന്നുള്ള സിനിമ കണ്ടപ്പോഴും സാറ് എന്നെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ സാറിനോട് പറഞ്ഞു, നല്ല ഗംഭീരോട് പറഞ്ഞു, സാറിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, നമുക്ക് ചെയ്യാം എന്താന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് സാറ് എന്നെ വിളിച്ചിട്ട് എന്റെ അസോസിയേറ്റിന്റെ സിനിമ. ഇതിനിടയ്ക്കുള്ള കാര്യം പറഞ്ഞില്ല, അത് വിട്ടുകളഞ്ഞു, അത് പറ്റത്തില്ല. ഞാൻ അത് ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. സാർ എവിടെയോ വന്നിട്ട് പോയിരുന്നു. അത് ഞാൻ സാറ് തിയേറ്ററിൽ ആട്ടം സിനിമ കാണാൻ വന്നപ്പോ എന്റെ അതിൽ അഭിനയിച്ച സിജിൻ പറഞ്ഞു സാറ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങനെ സാറിനൊന്ന് പോയി കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റാതെ വരുമെന്ന് ഞാൻ നേരെ തിയേറ്ററിലേക്ക് പോയി. അടുത്തപ്പോഴേക്കും ബ്ലോക്കിൽ പെട്ടു, വണ്ടി എത്തിയപ്പോഴേക്കും വൈകി സാറ് പടം കഴിഞ്ഞ് പോയി വീട്ടിലേക്ക്. സാർ അപ്പൊ തന്നെ കുറച്ച്, അപ്പൊ ഞാൻ ഡ്രസ് പിടിച്ചൊരു ചായ കുടിച്ചിരിക്കുമ്പോൾ സാർ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തു. അല്ല, ഗംഭീര സിനിമ സാർ പോസ്റ്റ് ചെയ്തപ്പോ ഞാൻ സാറിന് താങ്ക്സ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തു. സാർ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. എന്തേ, ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ്, തിയേറ്ററിൽ ചുമ്മാ അഭിപ്രായമൊക്കെ നേരിട്ട് അറിയാം. അയ്യോ, നന്ദൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നില്ല. അയ്യോ കുഴപ്പമില്ല, ഇപ്പൊ എവിടെ ഉണ്ടെന്ന് വെച്ചു. ഞാൻ അവിടെ തന്നെ ഉണ്ട്, ഒരു ചായ കുടിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകാതിരിക്കാന്ന്. എവിടെയാണെന്ന് വെച്ചാൽ എന്റെ അടുത്താണ് വീട്, വാ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ വീട്ടിൽ പോയി കുറെ നേരം സംസാരിക്കാൻ ആ ഒരു ഭാഗ്യം ഉണ്ടായി. സാറ് പടത്തെ കുറ്റി പറഞ്ഞു, നല്ല രീതിയിൽ എന്റെ മക്കള് പറഞ്ഞിട്ടാണ് പോയി കണ്ടത്. അതുപോലെ എപ്പൊ ഇറങ്ങാൻ നേരത്ത് ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. സാർ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഗ്യാപ്പാണ് ഇപ്പൊ വീട്ടിലെ കാര്യം. അല്ല, ഈ മഹാനടൻ മമ്മൂക്ക പോലും ഇന്നും ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് പിന്നെ അതിന്റെ പടത്തിൽ എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്കൊക്കെ ഞാൻ ചോദിക്കാറ്. അതൊരു വലിയ സംഭവമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ മതിയാവാത്ത അഭിനയിച്ചിട്ടും മതിയാവാത്ത മമ്മൂക്കയ്ക്ക് ഒരുതരം ആക്രമണം കഴിഞ്ഞാല് ഇനി ഇതുവരെയും ചെയ്യാത്ത സാധനങ്ങളും ആരും തൊട്ടാ പൊള്ളുമെന്ന് പേടിച്ച് മാറ്റി വെക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തങ്ങ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയിലാണ് പിടിച്ചേക്കുന്നത്. അത് നമ്മൾ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് വന്നിട്ട് നമുക്കും അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇനി അടുത്ത പടത്തിൽ എന്താ ഇനി കാത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്, അങ്ങനെ ഒരു സാധനം. ഇപ്പൊ ചേട്ടാ, ശോഭി ചേട്ടന്റെ ഇപ്പൊ ഒരു ലാസ്റ്റ് ടൈം ഉണ്ടല്ലോ, സെക്കൻഡ് ടൈം ഉണ്ടല്ലോ, ശോഭി തിലകൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്, പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾ. അതായത് തിലകൻ സാറൊക്കെ ജീവിച്ചിരുന്ന ഒരു ഇറയിൽ, അതായത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സിനിമകൾ കണ്ടു വളർന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയാ, ഒരു ക്രെഡിറ്റ് തന്നെയാണ്, നമ്മുടെ ലൈഫിൽ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോ ആ ഒരു പേര് രണ്ടുണ്ട് കാര്യം. ഒന്നെന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരുപാട് ഒരു പുതുമുഖം അല്ലെങ്കിൽ പുറത്തു വരുന്ന ഒരാളുടെ അത്രയും ആവശ്യം വന്നിരിക്കേണ്ടി വരില്ല. രണ്ടെന്ന് പറയുന്നത് തിലകൻ സാറ് ലീവ് ചെയ്ത ഒരു ലെഗസി ഉണ്ട്. അത് നമ്മളിൽ നിന്നും ആൾക്കാർ ഒരുപക്ഷെ എവിടെയെങ്കിലും ഒക്കെ എക്സ്പെക്ട് ചെയ്യും, തിലകൻ സാറിന്റെ മോനാകുമ്പോൾ നമ്മൾ ഇതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്, എങ്ങനെ ആക്ച്വലി കൊണ്ടുപോകുന്നത്? അല്ല, രണ്ട് തരത്തിലാണ് അത്. ഒന്ന്, നമുക്കൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു സീറ്റുണ്ട്, തിലകന്റെ മകൻ എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അതിനകത്തൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ, ഈ പാലുള്ളത് കൊണ്ട് നമുക്ക് പോയി ഒരു ചാൻസ് ചോദിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തന്നെയല്ല, നമ്മളെ കമ്പയർ ചെയ്യുന്നത് അച്ഛനുമായിട്ടാണ്. അവിടെയാണ് ഏറ്റവും വലിയൊരു നമുക്കൊരു ഡ്രോബാക്ക് വരുന്നത്. കാരണം വെച്ചാൽ അച്ഛൻ്റെ ഏജും എൻ്റെ ഏജും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പിന്നത്തെ കാര്യം അനുഭവങ്ങൾ. അച്ഛൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്കൊരിക്കലും കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ വളർന്ന സാഹചര്യം വേറെ, നമ്മൾ ഈ അഭിനയത്തിലേക്കൊക്കെ വരുന്ന സമയത്തുള്ള സിനിമയുടെ അവസ്ഥ വേറെ. പക്ഷെ അച്ഛൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാനും അച്ഛൻ അഭിനയിക്കുകയും അവരിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ അച്ഛനും സ്വായത്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് അനുഭവങ്ങളിലൂടെ വന്ന ഒരാളാണ്. അത്രയും ഞാൻ പറയാം, 35 വർഷം നാടകത്തിൽ പയറ്റി തെളിഞ്ഞ് ാണ് സിനിമയിൽ വന്നത്. 35 വർഷത്തെ, അതെ തീർച്ചയായിട്ടും ആ 35 വർഷം നാടകത്തിലെ എക്സ്പീരിയൻസുമായിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷം സിനിമയിലെ എക്സ്പീരിയൻസ് ഉണ്ട്.
അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെയും എന്നെയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിടത്തും എത്തൂല. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ആ, അച്ഛൻ്റെ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഒരു സീറ്റ്, തിലകൻ്റെ മകൻ എന്നുള്ള ലെവലിൽ നമുക്ക് കിട്ടുന്ന ഒരു സീറ്റ്, നമുക്ക് കിട്ടുന്ന ബഹുമാനം, അച്ഛനോടുള്ള ബഹുമാനം നമ്മളോടും കാണിക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ സംവിധായകനായാലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളായാലും ആ ഒരു ബഹുമാനം. ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ ഷെയ്ൻ നിഗത്തെ ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും ഈ സിനിമയിലൂടെയാണ്. പക്ഷെ അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്ന ഒരു ബഹുമാനമുണ്ട്. അത് ഒരു പക്ഷേ അച്ഛനോടുള്ള ബഹുമാനമാണ് എന്നോടും കാണിക്കുന്നത്. പിന്നെ എന്നെക്കുറിച്ച് പുള്ളിക്കാരൻ അറിയാവുന്നത് കൊണ്ട് എന്നോട് ആ ഒരു ബഹുമാനം അദ്ദേഹത്തിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ നമ്മളും അദ്ദേഹത്തെക്കുറിച്ച് വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഈ കഥാപാത്രത്തെ കൺസീവ് ചെയ്യുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതാണ് നമുക്ക് ഈ പേരിൻ്റെ അറ്റത്ത് ഈ ഒരു വാലുള്ളത് കൊണ്ട് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് അതാണ്. അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അച്ഛനുമായിട്ട് താരതമ്യം ചെയ്യുന്ന വെച്ചാൽ അഭിനയത്തിൻ്റെ കാര്യത്തിലല്ല, രൂപത്തിൻ്റെ കാര്യത്തിൽ താരതമ്യം ചെയ്യുന്നത് ഒരു അനുഗ്രഹമായിട്ടും കാണുകയാണ്. സൂപ്പർ. ഇതിലും മികച്ചൊരു മറുപടി അതിലില്ല. ഇപ്പൊ ദൃഢം എന്നുള്ള ഈ ടാഗ് ഉണ്ടല്ലോ, ഈ ഒരു പേര്, അതിന് തന്നെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അതായത് ഇപ്പോ ദൃഢനിശ്ചയം എന്നൊക്കെ നമ്മൾ പറയും, ദൃഢമായ ഒരു തീരുമാനം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു പേരാണ്. ഇപ്പോ നമ്മുടെ ഒക്കെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ചില സിറ്റുവേഷൻസ് നമുക്ക് ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വരും, എസ്പെഷ്യലി നമ്മൾ മീഡിയ അല്ലെങ്കിൽ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. ആൻഡ് ആ ഒരു തീരുമാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ എല്ലാവരോടും ഈ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഒക്കെ ലൈഫിൽ, ഒരു പേഴ്സണൽ ലൈഫിൽ, ഞാൻ ദൃഢമായി എടുത്തൊരു തീരുമാനം കറക്റ്റ് ആയി, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൃഢ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നമുക്ക് അവിടെ നിന്ന് ചെയ്യണം തുടങ്ങാം. എൻ്റെ സിനിമ എൻ്റെ മനസ്സിൽ കുട്ടിക്കാലത്ത് തോന്നിയിരുന്ന ഒരു ആഗ്രഹമാണ് സിനിമ നടനാകുക എന്നുള്ളത്. അത് കുട്ടിക്കാലത്ത് പറഞ്ഞാൽ ഒരു 10-11 വയസ്സുള്ളപ്പം മുതൽ ഒരു സിനിമ നടനാകണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. ആ കാലഘട്ടത്തിലാന്ന് ഓർത്തിടണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ. അന്നൊന്നും സാധാരണ പിള്ളേർക്കൊന്നും ഇത്, കാരണം TV കാണാറില്ല, മറ്റു കാര്യങ്ങളില്ല, സിനിമ തന്നെ അപൂർവങ്ങളിലേ കാണുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അന്ന് സിനിമാക്കാരനാകണം, സിനിമാ നടനാകണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. അത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ഇവിടെ കഴിഞ്ഞു, നാടകത്തിലേക്ക് പോകുന്ന ഒരു അവസരം വന്നു. നാടകമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അത് ഉറപ്പിച്ചു. അതായത് അത് ദൃഢമായ ആഗ്രഹം, ആ ആഗ്രഹം ദൃഢമായതാണ് ഇന്ന് സാഫല്യമായിരിക്കും. അത് ഏറ്റവും വലിയ ഇതാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് മാതൃകയാക്കാവുന്നതാണ്. ഈ ആഗ്രഹമുള്ളവർ, ഈ ആഗ്രഹമല്ല ഏത് ആഗ്രഹവും ഉള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഞാൻ ഇന്നതാവണം, ഇന്നതെനിക്ക് വേണം എന്നുള്ള രീതിയിൽ, മര്യാദയുണ്ട് കേട്ടോ ആഗ്രഹിക്കുന്നതിന്, എന്ന് കരുതി അത് ദൃഢമായി അത് മനസ്സിൽ ആഗ്രഹം കൊണ്ട് നടന്നു, തീർച്ചയായിട്ടും നടക്കും. അതിനെതിരെ ഏത് തരത്തിൽ തടസ്സപ്പെടാൻ നിന്ന് കഴിഞ്ഞാലും നമുക്കത് ഉറച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് വരും. ഉറപ്പായിട്ടും. പണ്ട് പറഞ്ഞ പോലെ ഈ അയ്യപ്പനും കോശിയാണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സിനിമയിലേക്ക് ഒരു ഇതുണ്ടാക്കി തന്നത്. അപ്പം ആ സിനിമയിലേക്ക് വരാൻ ഒരു കാരണം ആയത് കാർബൺ എന്ന് പറഞ്ഞ സിനിമയാണ്. ആ കാർബൺ സിനിമയിൽ ഒരു സീൻ, ആ സിനിമ എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ പോകും എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ കാരണം എന്ന് വെച്ചാൽ എനിക്ക് നാടകത്തിൽ ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ട് ആ സമയത്ത് എല്ലാം പറ്റാതെ വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളായിരുന്നു. അവരെനിക്ക് വേണ്ടി, വേണു സാറിൻ്റെ പടമാണല്ലോ, അപ്പം അവരെനിക്ക് 2 ദിവസം കൂടെ നീട്ടിത്തന്നു അതിൽ അഭിനയിക്കാൻ വേണ്ടി. ആ സീൻ കണ്ടിട്ടാണ് എന്നെ അയ്യപ്പനും കോശിയിലേക്ക് സെലക്ട് ചെയ്തത്. പക്ഷെ അന്ന് ഈ കാർബണാഥ് അഭിനയിക്കാൻ പോകാതിരിക്കാൻ വേണ്ടി ബാക്കി ശക്തികളൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഈ അയ്യപ്പനും കോശിയിലേക്കുള്ള തീരുമാനം വന്നപ്പോഴോ അവിടെയും തടസ്സങ്ങളുണ്ടായിരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ, ഡ്രൈവർ കുമാരൻ എന്ന് പറയുന്നത് അയ്യപ്പനും കോശിയും കഴിഞ്ഞാൽ കൂടുതലും ഒരു ക്യാരക്ടറാണല്ലോ ഈ കുമാരൻ എന്ന് പറയുന്നത്. അതൊരു പേരുള്ള ഒരു ആർട്ടിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫീൽഡിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഇതിന് ഒരു ഇതാവുകയുള്ളൂ, പിൻബലം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ഇത് അതിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള
ആളുകൾ കഥാകൃത്തിൽ അല്ലെങ്കിൽ സംവിധായകനിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഓക്കെ ആ പക്ഷെ സംവിധായകൻ അവിടെ ഉറച്ചു നിന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ദൃഢമായിട്ട് നിന്നു. അദ്ദേഹം ദൃഢമായിട്ട് ആ ദൃഢനിശ്ചയത്തിൽ തന്നെ നിന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ടിയിട്ട് ദൈവദൂതനെ പോലെ ഒരാൾ ഈശ്വരൻ മുമ്പിലേക്ക് അയച്ചു വിട്ട ആളാണ് സച്ചി എന്ന് പറയുന്നത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലും മറുപടി? അത് സിനിമ അല്ലാണ്ട് സിനിമ എന്റെ കേസിൽ വെച്ചാല് എനിക്കിപ്പം പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം. ലൈക്ക് അവർക്ക് എപ്പോഴും സ്റ്റഡീസ് ആണ് കുറച്ചും കൂടി പ്രയോറിറ്റി തരുന്നത്. അപ്പം അവര് എന്തായാലും നടക്കില്ല എന്ന് പറയുമ്പം എനിക്ക് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ദൃഢമായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ ആയിരുന്നു. ഒന്നിന്റെയും പേരിൽ നമ്മുടെ ലക്ഷ്യങ്ങളുണ്ടല്ലോ, അല്ല ആംബിഷൻസ്, അത് ഒന്നിന്റെയും പേരിൽ ഇപ്പം ഫാമിലി പരമാകാം, സാമ്പത്തികപരമാകാം, നമ്മുടെ കുറെ വീക്ക് പോയിന്റുകൾ ഉണ്ടാവും അല്ലേ നമുക്ക്. അപ്പൊ അത് ഒന്നിന്റെയും പേരിൽ അത് കളയേണ്ടതില്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ദൃഢനിശ്ചയം, ആ ദൃഢത അത് നമ്മൾ കൈക്കൊള്ളേണ്ടതാണ്. ഒപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ വീക്ക് പോയിന്റുകളൊന്ന് റെഡിയാക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുകയും വേണം. അതിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. അതൊരു ദൃഢനിശ്ചയമായിരുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പോകുന്നത്. അത് ഈ പറഞ്ഞൊരു ഡിസിഷനാണ്. ഓക്കെ സൂപ്പർ. ഇപ്പോ നമ്മള് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നല്ലോ. അത് 8 പേര്, 2 വനിതാ പോലീസും 6 പുരുഷ പോലീസും ഇവരെല്ലാരും കൂടെ നിൽക്കുന്ന ഒരു ഒരുമിച്ച് നിൽക്കുന്ന ഇങ്ങനെ പെരേഡിനൊക്കെ പോകുന്ന പോലെ ഒരു ഫോട്ടോ. അത് വരുമ്പോ തന്നെ നമ്മൾ അതിന്റെ മുഖങ്ങൾ നമ്മളിങ്ങനെ ഉണ്ടും എന്താ ആരൊക്കെ അതിനകത്തുള്ളതെന്നുള്ളത്. അത് ചില മുഖങ്ങൾ നമ്മൾ ഓൾറെഡി പോലീസ് വേഷത്തിൽ കണ്ടിട്ടുള്ളതാണ്, ചിലത് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ മുഖങ്ങളും 90% നമുക്ക് ഓൾറെഡി പോലീസ് വേഷത്തിൽ നമ്മൾ മുന്നേ കണ്ട പരിചിതമായിട്ടുള്ള മുഖങ്ങളാണ്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ റിയൽ ലൈഫിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ ശരിക്കും? ഉണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ സുഹൃത്തുക്കളായ പോലീസുകാർ ഉണ്ടായിരുന്നു. കാണാൻ വേണ്ടിട്ട് തന്നെയാണ് സത്യം കാണാൻ വേണ്ടല്ല, കേസിൽ പെട്ടുന്നവരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ഇല്ല, ഒരു കേസോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ട് റെക്കമെൻഡേഷന് വേണ്ടി പോയിട്ടുണ്ട്. അവർ ആ പ്രതിയെ ഒന്ന് വിട്ടു. അത് സിനിമയിൽ വന്നതിന് ശേഷമാണ്. നാടകത്തിന്റെ ഇതിൽ ഈ പറയുന്ന പോലെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. കാരണം അങ്ങനെയൊക്കെയുള്ള ചില ടൈമിന്റെ പ്രശ്നം, നാടകം കളിക്കുന്ന പീരീഡ് സമയം വെച്ചപ്പം അത് പറ്റില്ല, നേരത്തെ നിർത്തണമെന്നൊക്കെ പറഞ്ഞപ്പം നേരെ ഞാനും ആ കമ്മിറ്റിയിലുള്ള ആളുകളായിട്ട് നാടകത്തിൻ്റെ ആളാണെന്നുള്ള രീതി അങ്ങനെയൊന്ന് നമുക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂറുടെ നീട്ടി തന്നു. തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു മോശം സ്ഥലമായിട്ട് അതെ അല്ല ഒരു മോശം സ്ഥലമായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല. വിനോദ് മാത്രം 6 മാസം പാട്ട് പാടി എന്റെ പ്രശ്നത്തിൽ കിടന്നായിരുന്നല്ലേ? ചുമ്മാ തന്നെ ഞാൻ പോയിട്ട് എന്റെ ഫേസ്ബുക്ക് എന്റെ പ്രൊഫൈൽ വെച്ചിട്ട് ഇപ്പൊ കുറെ സ്കാം നടക്കണ്ടല്ലോ. എന്റെ ഫ്രണ്ട്സിന് പൈസ ചോദിച്ചുകൊണ്ട് ഇംഗ്ലീഷിലാണ് ഫുൾ ടോക്ക്. അത് കേട്ടപ്പോൾ എന്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി വിനോദ് ഇംഗ്ലീഷ് പറയാൻ സാധ്യതയില്ല. വിനോദല്ലാന്ന് മനസ്സിലായി. അതുകൊണ്ട് അവര് പെട്ടെന്ന് വിളിച്ചേട്ടാ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാനത് മുഴുവൻ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അതിന് വേണ്ടിട്ട് ഞാൻ പോയിട്ടുണ്ട്. അതില്ല ഒന്നും അവര് പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ആക്ച്വലി ഇങ്ങനെയുണ്ട്. പിന്നെ എന്നെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അവർ ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്നോട് ചോദിച്ചു വന്നാൽ എനിക്ക് ഇത് തെളിവായിട്ട് കാണിക്കും ഞാൻ ഇങ്ങനെ പരാതി ഞാനല്ല. അതിനു വേണ്ടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ സ്കാമുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അല്ല പോലീസ് സ്റ്റേഷൻ നമ്മൾ എന്തിനാ പോലീസ് സ്റ്റേഷനെ ഭയപ്പെടുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പോലീസ് സ്റ്റേഷൻ ഞാൻ എൻ്റെ മക്കളെയും കൂടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അത് കരുനാഗപ്പള്ളിയിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ACP എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി അവിടെയാണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം മക്കളുമായിട്ട് ചുമ്മാ സ്റ്റേഷനിൽ പോയിട്ട് പുള്ളിയെ കണ്ട് വിഷ് ചെയ്ത് സംസാരിച്ച് കുറച്ച് നേരം അവിടെ സംസാരിച്ചിട്ട് പോകുന്നു. അതുപോലെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലീസ് പിടിച്ചെന്ന് വെച്ചാൽ വണ്ടിയുടെ പ്രശ്നം, ബൈക്കുമായിട്ട് എന്തോ പ്രശ്നമായിട്ട്. അപ്പോൾ അവൻ വിളിച്ചെൻ്റെ ചോദിച്ചു അറിയാം പോലീസ് പിടിച്ചു, എന്നെ വിടുന്നില്ല. ഞാൻ നേരെ ഇടിച്ചു കയറി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SIയുടെ മുറിയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ നമ്മുടെ ഒരു സുഹൃത്താണ്. അവനെ വിളിച്ചിട്ട് അയ്യോ വണ്ടി വിടാൻ പറ്റില്ല. പിന്നെ ഞാൻ വണ്ടി വിടണ്ട, വണ്ടി ഇവിടെ വെച്ചോളാം പറഞ്ഞു. വണ്ടി വെച്ചിട്ട് പോന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പോലീസ് സ്റ്റേഷൻ്റെ അവരുടെ ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവരുടെ ഫാമിലി പോലീസുകാരിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ അതിനുവേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയി. അത് വളരെയധികം ഒരു വൈറലായ ഒരു സംഭവമായിരുന്നു. സൂപ്പർ. നിർത്തുന്നതിന് മുന്നേ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ 2 ഫൺ ചോദ്യങ്ങൾ. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ
ശരിക്കും റിയൽ ലൈഫിൽ അത് നിങ്ങൾ എല്ലാരും കൂടെ ഒത്തൊരുമയോട് കൂടി പറയണം. അതായത് റിയൽ ലൈഫിൽ പോലീസ് ആവാൻ യോഗ്യതയുള്ള പോലീസിന്റെ ആ ഒരു ട്രെയിൽസും ഒക്കെ ശരിക്കും റിയൽ ലൈഫിലുള്ള ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ 7 പേരിൽ അല്ലെ, സോറി 8 പേര് അല്ലെ. ആ അതേപോലെ എന്തൊക്കെ ചെയ്താലും ഇയാള് പോലീസ് ആവത്തില്ല എന്ന് തോന്നിയ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം. ആവാൻ സാധ്യത ശോഭിച്ചേട്ടൻ. ശോഭിച്ചേട്ടനായിട്ട് ഒരു ഫിറ്റ്നസ് പുള്ളി എനിക്ക് തോന്നിയില്ല അങ്ങോട്ടാ വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും NCC ഉണ്ടായിരുന്ന ആളാണ് ശോഭിച്ചേട്ടൻ. അപ്പൊ ഞങ്ങൾ എപ്പോഴും സെറ്റിൽ ആ കഥകളാണ് അല്ല, പറഞ്ഞത്. പോലീസ് ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അതെ, അതെ. പക്ഷെ അത് നമ്മൾ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇല്ല, ടെസ്റ്റ് ഒന്നും ചെയ്തില്ല. ആരോ അങ്ങനെ പറയുന്നത്. ടെസ്റ്റ് ആഗ്രഹം ഫുൾ അതായിരുന്നു ആക്ച്വലി. വിനോദിന്റെ കാര്യമല്ലേ പറഞ്ഞു ആഗ്രഹം ഫുള്ളതായിരുന്നു. പോലീസ് പോലീസാണ്. ചെയ്യാവാന്നുള്ള ആഗ്രഹം. അതെന്തുകൊണ്ടാകാത്തെന്നറിയോ? അവൻ അതിന് ദൃഢനിശ്ചയമില്ലാതെ പോയി. ഇല്ല ഇതിൽ പ്രശ്നമുണ്ടോ? അല്ല, അത് ആ ദൃഢനിശ്ചയം ഇല്ലാത്തതുകൊണ്ട് അവൻ സിനിമാക്കാരനായി. അല്ല, ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു അവൻ പോലീസ് ആയാനെ. അല്ല, ഞാൻ ഇനിയിപ്പോ ഒരിക്കലും NCCക്ക് ചേരുന്നതൊക്കെ പോലീസ് ആവാനാ. പക്ഷെ അതിനിടയ്ക്ക് എവിടെ വെച്ചിട്ട് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞത്. ഇടത് ഈ സൈഡിലോട്ട് അവിടെ ഇല്ല, ഇതിന് ബലമില്ലാതെ അല്ല, അവിടെ അതില്ല, ദൃഢനിശ്ചയമില്ല. അതാണ് അതിന്റെ കാര്യം. ഇപ്പം മനസ്സിലായോ? ഇപ്പം മനസ്സിലായോ ദൃഢം എന്ന വാക്കിന്റെ പവർ എന്താന്നുള്ളത്? ഞാൻ ശോഭിയൊക്കെ ഞങ്ങള് ദൃഢ നിശ്ചയത്തോടു കൂടി ഇറങ്ങി. അത് ഇങ്ങേറ്റം ഉണ്ണി വരെ. ഉണ്ണി ഇതിനിടയ്ക്ക് വേറെ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വേറെ വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് തന്നെ ഞാൻ പറഞ്ഞത്, കണ്ടെത്തും ജോലി അല്ല, ഉണ്ടായിരുന്നു. ജോലി നമുക്ക് വേണമല്ലോ, മുന്നോട്ട് പോകണ്ടേ. ദൃഢനിശ്ചയം സിനിമ ഓപ്പോസിറ്റ് ഇനി ഓപ്പോസിറ്റ് സാനിയ ഇയാള് ആവത്തില്ല. സാനിയായും ദൃഢനിശ്ചയത്തോടു കൂടി അല്ല, ഇനി ആവാൻ സാധ്യത ഒരു സാധ്യത ഇല്ലാത്ത ഒരാളാണ്. ഇല്ല, ഇനി സാധ്യതയില്ല ഒരു കാരണം. ഞങ്ങളിലാണോ മൊത്തത്തിൽ പറഞ്ഞോ? നിങ്ങളിലൊരാൾ ഞങ്ങളിൽ മൊത്തത്തിൽ അല്ല, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാർ ഒരിക്കലും പോലീസ് ആവില്ല എന്നുള്ളതോ? മറ്റൊന്നുണ്ട് വേറെ ആരാ? അല്ല, എന്റെ താല്പര്യം അതല്ലല്ലോ. പ്രസാദ് സ്റ്റുഡിയോ നന്ദനുണ്ണി ഒരിക്കലും പോലീസ് ആവില്ല. അങ്ങനെ കാര്യം എന്താ? കാര്യം കൂടെ പറയണം. അങ്ങനെ വിനോദിന്റെ കാര്യം പറയണം. വിനോദിന്റെ കാര്യം എന്താണെന്ന് ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ചു പറയാം, മനസ്സിലാകാൻ വേണ്ടി. നമ്മള് വിനോദിനെ വിട്ട് കളിക്കില്ല. എന്താ അറിയോ? അമ്പിളിച്ചേട്ടൻ പറഞ്ഞ പോലെ എന്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിനോദിന്റെ കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം. അതായത് മദ്രാസിൽ പ്രസാദ് സ്റ്റുഡിയോ തീ പിടിച്ചു. അത് പിടിച്ചപ്പം അവിടെ നിന്നിരുന്ന കുറെ നെഗറ്റീവുകളെല്ലാം കത്തിപ്പോയി സിനിമകളുടെ. ആ സിനിമ ഇനി ജീവിതത്തിൽ എന്തെങ്കിലും വരാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും വരാൻ പറ്റത്തില്ല. രമേശ് അതായത് എസ് ഐ പോലീസ് ആകുന്നതിന്റെ കാര്യം കാരണം കൂടെ പറയാൻ ഇത് എനിക്ക് അല്ല, ഞാൻ അവിടെ നിന്ന് ഇവിടെ നോക്കി ഇങ്ങനെ പിടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മളെ കൂടെ ദിനേശേട്ടനുണ്ട്. അതായത് ഒരിക്കലും പോലീസ് ആവില്ല എന്ന് പറഞ്ഞു. അതിന് ഒരു റീസൺ എന്താന്ന് പറയാ. അല്ല, പുള്ളിക്ക് ആകാൻ പറ്റില്ല. പുള്ളിയുടെ ഒരു നേച്ചർ വെച്ചിട്ട് പുള്ളിക്ക് ആകാൻ പറ്റില്ല. പിന്നെ ഗതികേടിന് PSC എഴുതി കിട്ടിപ്പോയാൽ അങ്ങനെ ആവല്ലോ. ചിലത് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ട് കിട്ടിയില്ല, ഗതികേടിന് ചിലപ്പോ കിട്ടിയതിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഈ നാട്ടിൽ ഒരൊറ്റ പോലീസുകാരും ഇല്ലാതാകുന്ന ഒരു കാലത്ത് ആ നാമം നിലനിർത്താൻ വേണ്ടിട്ട് ഒരു പ്രതിമയായിട്ടെങ്കിലും അപ്പോഴാണ് നമുക്ക് കൺസിഡർ ചെയ്യാന്നാണ് പറയണത്. അല്ല, ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നെഞ്ചിൽ കൈവച്ച് പറ, നിങ്ങൾക്ക് പോലീസ് ആവാൻ പറ്റുമോ? എനിക്ക് താല്പര്യം വേണ്ടേ? അല്ലേ? എനിക്ക് താല്പര്യം വേണ്ടേ? എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കും. സിനിമ താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാലോ, ഊണിലും ഉറക്കത്തിലും ഒക്കെ സിനിമ അറിയാലോ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഈ പോലീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെല്ലിംഗ് അറിയാമല്ലോ. അതിന്റെ ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ അർത്ഥമുണ്ട്. അതൊരിക്കലും അവന് വരത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പണിയെടുക്കാൻ രമേശ് വയറൊക്കെ ചാടി അതൊക്കെ. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ഇത്രയും വളരെ ഫണ്ണി ആയിട്ട് സംസാരിച്ചുവെങ്കിലും സിനിമ എനിക്ക് തോന്നുന്നത് വളരെ സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് ആണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് റിലവന്റ് ആയിട്ടുള്ള പോലീസുകാർക്ക് മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്നാണ് ഇത്ര നേരം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സോ മെയ് 8-ാം തീയതി നമ്മുടെ ദൃഢം റിലീസ് ആവുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ദൃഢമായിട്ട് നിശ്ചയിക്കുക, തിയേറ്ററിൽ പോയി തന്നെ അല്ലെ സിനിമ കാണും എന്നുള്ളത്. തിയേറ്ററിൽ പോയി കാണും. പ്രേക്ഷകരോട് പറയുന്ന ഒരപേക്ഷയാണത്. നിങ്ങളൊരു ദൃഢനിശ്ചയം എടുക്കണം. ഈ സിനിമ കാണും, തിയേറ്ററിൽ തന്നെ പോയി കാണും എന്നൊരു ദൃഢനിശ്ചയം. അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അതാണ് എല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങളുടെ സമയത്തിന് ഒരിക്കലും നഷ്ടം വരില്ല. അത്രയും സമയം ചെലവാക്കിയാൽ അതൊരു നഷ്ടമാകില്ല എന്നാണ് നമുക്കൊരു ഗ്യാരണ്ടി. അല്ല, ഒരു നല്ല മെസ്സേജ് ഉള്ളൊരു സിനിമ ഇത്രയും ആളുകൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നല്ല സിനിമകൾ വിജയിപ്പിച്ചിട്ടുള്ള പ്രേക്ഷകർ
തീർച്ചയായിട്ടും ഈ സിനിമയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൃഢമായി വിശ്വസിക്കുന്നു. സൂപ്പർ. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ, അത് നമ്മളും ദൃഢമായി തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, സോ മെയ് 8 നമുക്ക് തിയേറ്ററിൽ കാണാം. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.